നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ടെങ്കിലും ബജറ്റിലേക്ക് പോകാം. അതിൽ മാത്രം പോകുന്നതായിരിക്കും നല്ല. കാരണം ഇത്തരത്തിലൊരു ബജറ്റ് അടുത്ത കാലത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം അത്ര മനോഹരമായ ഒരു ബജറ്റാണ്. കാരണം വീണയുടെ ബാങ്ക് അക്കൗണ്ട് റോക്കലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോയില്ലേ, മോശമാണ്. അത് വേണം, അത് പറയേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് ബജറ്റിലേക്ക് പോകാം. ഇതിപ്പോൾ HDFC ബാങ്കിന്റെ തിരുവനന്തപുരത്താണെന്ന് ശാഖയിൽ ഇന്നിപ്പോൾ ലോക്കർ തുറന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവരുടെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ഇന്നലിപ്പം ഇവരെ ചോദ്യം ചെയ്തപ്പോൾ 172 ചോദ്യമാണ് കൊടുത്തത്. പക്ഷെ ഇവരെ എല്ലാത്തിനും എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓർമ്മ വരുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ എൻ്റെ കമ്പനിയിലെ സ്റ്റാഫ് ചെയ്ത കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇനി ഇവരുടെ തലേന്ന് വേറെ വല്ല സ്റ്റാഫിൻ്റെ തലയിലോട്ട് ആക്കിക്കൊണ്ട് അതിൽ നിന്ന് ഊരാനുള്ള നീക്കം ഉണ്ടോ എന്നുള്ള സംശയം നടക്കത്തില്ല. കാരണം ഈ കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ അവരെല്ലാത്തിനും ഉത്തരവാദി, ആ കമ്പനി ഉത്തരവാദിയാണ്. അതുകൊണ്ട് അതൊരു വ്യാമോഹം മാത്രമാണ്. സിംഗിൾ ഡയറക്ടർ ആണല്ലോ അവിടെ. അത് അല്ലെങ്കിൽ പിന്നെ 10-15 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അവരെ തലയെ കൂടെ വെച്ച് കെട്ടാം. ഇതിപ്പോൾ അത് നടക്കുകയല്ല. എല്ലാം ഈ അമിത ആർത്തി കാരണം പറ്റിപ്പോയതാ. നടക്കട്ടെ, നമുക്ക് ബജറ്റിലേക്ക് തന്നെ പോകാം. ബജറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പലപ്പോഴും ബജറ്റ് തോമസ് ഐസക് അടക്കമുള്ള പലരും ബജറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാൻ രണ്ട് തരം ബജറ്റാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒന്ന്, തോമസ് ഐസക്കിനും ബാലഗോപാലിനെ പോലുള്ള ആളുകൾ അവർക്ക് തിയറിറ്റിക്കൽ ബജറ്റ് ഒന്നും മനസ്സിലാവത്തില്ല. അതിനകത്ത് കുറെ ഫിസ്ക്കൽ മറ്റേ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിക്കും, കുറെ ഡയലോഗ് മറ്റേ കുറെ കോട്ടുണ്ടാവും. അത് സിനിമ കോട്ട, ഇരയിമൻ തമ്പിയുടെ പാട്ട്, എഴുത്തുകാരുടെ സാഹിത്യം. രണ്ടാമത് മാണിസാറ് പറയുന്ന പോലുള്ള വലിയ മാണിസാറിന്റെ ബജറ്റാണ്. വലിയ മോഹന വാഗ്ദാനങ്ങൾ ഇങ്ങനെ അവിടെ ഈ തിരുവനന്തപുരം മുതൽ കോട്ടയം മുതൽ പാലാ വരെ ആകാശത്തോടുകൂടി എല്ലാവർക്കും നടന്നു പോകാം. ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ, നടക്കാത്ത പദ്ധതികൾ, അതായത് ഫ്യൂച്ചറിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങൾ. അതാണ് സംഭവം. ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ബജറ്റിന്റെ പ്രത്യേകത. ഞാൻ ചരിത്രത്തിൽ ഇതിന് ബജറ്റ് ഉണ്ട്. ഒന്ന്, ബജറ്റിന്റെ ഭാഷ സാധാരണ സിമ്പിളാണ് അല്ലേ? അതായത് VD സതീശൻ എങ്ങനെയാണോ പ്രസംഗിക്കുന്നത് അതുപോലെ അങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത്. അവസാനം കണക്കൊക്കെ കൊണ്ടുതാനും എല്ലാ കാര്യങ്ങളും കൊണ്ടുതാനും അതിനകത്ത് സ്വയം വിമർശനവും ഉണ്ട്. ഇതിനകത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും കിഫ്ബി കാരണം വന്നിട്ടുള്ള കോട്ടങ്ങളെക്കുറിച്ചും എല്ലാം ആദ്യമേ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതാ ധവളപത്രത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 5.07 കോടി ലക്ഷം കോടി രൂപയുടെ ബാധ്യതയുള്ളതും അതിൻ്റെ അകത്ത് ഇനിയും ഈ ബാധ്യത തിരിച്ചടയ്ക്കാനുള്ളതാണ് 20,000 കോടി രൂപ ഈ വർഷത്തെ ബജറ്റിൽ ചോർന്നു പോയതും അതെല്ലാം. ഇതെനിക്കൊന്ന് ഈ ഒരു പുതുക്കിയ ബജറ്റാണ് തോന്നുന്നു. പുതുക്കിയ ബജറ്റാണ്. അതിലൊക്കെ ഉപരി ഇതിനകത്ത് അതായത് നിലവിലുള്ള ബജറ്റിൽ ഒരു അമെൻമെന്റ് വരും. അതായത് ബാലഗോപാൽ പിന്നെ ബജറ്റിൽ അമെൻമെന്റ് അത് പുതുക്കിയിരിക്കുന്നത് എന്നതിനേക്കാൾ ഉപരി ഇതിനകത്തേക്ക് നികുതി വരുമാനം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ. അതാണ് ഇതിനെ ഈ ബജറ്റിനെ ഏറ്റവും സാധാരണഗതിക്ക് ഓഫറുകളാണ്. അത്രേ ഉള്ളൂ. ഇതിന് പണം എവിടുന്ന് കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യം. പക്ഷെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അതാണ് സർക്കാരിന്റെ പോളിസിയാന്ന് പറഞ്ഞു. അല്ല, അതേ പറ്റൂ. അതല്ലാതെ ഇപ്പൊ ഇവിടെ കിട്ടി നമുക്ക് വേറെ എന്താ ഉള്ളത്? നമുക്ക് ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആകെ ഒരു മദ്യവും ലോട്ടറി അല്ല പറ്റെന്താ. ഈ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാഴ്ചെലവുകൾ കുറയ്ക്കുക. അത്രയേ ഉള്ളൂ. ഈ പാഴ്ചെലവുകൾ കുറയ്ക്കുക ഒരുപാടുണ്ട്. അതായത് ഇപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ക്ഷേമനിധി ബോർഡുകൾ സംയോജിപ്പിക്കുന്നതാണ്. അത് നല്ലതാണ്. ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ട് കാണാനില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വിവരാവകാശ വാർത്ത. കാരണം കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ 56 കോടി രൂപയുള്ള മിച്ചം 2,800 കോടി രൂപ അത് ഇതിലേ പോയി. ആ പൈസ ഒന്നും തൊഴിലാളികൾക്ക് കൊടുത്തിട്ടില്ല. മാത്രമല്ല, ആ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ മാത്രം ഏതാണ്ട് 40 ലക്ഷം അംഗങ്ങളുണ്ട്. അതേ ആളുകൾ തന്നെ മറ്റെന്തെങ്കിലും ക്ഷേമനിധി ബോർഡിൽ കാണും. അതുകൊണ്ട് അതായത് ഈ പലപ്പോഴും സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും രാഷ്ട്രീയ താല്പര്യപ്രകാരമായി ഈ ആളുകളെ അംഗത്വം ചേർക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരാൾക്ക് ഒരു ക്ഷേമനിധി ബോർഡിൽ മാത്രം അംഗത്വം എടുക്കുന്ന തരത്തിൽ ഒരു പരിഷ്കാരം വരുത്തുക. അത് അതേപോലെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് 2 പെൻഷൻ ഉണ്ട് പലർക്കും. അതുകൊണ്ട് അതായത് ഇപ്പം ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എൻ്റെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു, കൊള്ളാം. ഞാൻ മരിച്ചു പോകുന്നു, എനിക്ക് എൻ്റെ പെൻഷൻ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടും. പക്ഷെ എൻ്റെ ഭാര്യയ്ക്കും പെൻഷനുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിൽ. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും പെൻഷൻ കിട്ടും, എൻ്റെ പെൻഷനും കിട്ടും. അപ്പോൾ 2 പെൻഷൻ. ഇത്തരത്തിൽ ഒരുപാട് പാഴ്ചെലവുകൾ. പെൻഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സർക്കാരിനെ സേവിച്ചപ്പോൾ അവൻ്റെ ശിഷ്ടകാല ജീവിതം ദുരന്തപൂർണ്ണമാകാതിരിക്കാൻ വേണ്ടിയുള്ള സാധനം, അല്ലാതെ അവനെ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി സൂക്ഷിക്കാനുള്ളതല്ല. അത് അവകാശപ്പെട്ടതെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അവകാശം എന്ന് പറയും, കാരണം ശമ്പളവും ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഫോർമുലയുണ്ട്. അല്ല, അത് ഒരു കാലഘട്ടത്തിൽ അവകാശം. അല്ല, റിട്ടയർ ചെയ്ത് മരിച്ചതിന് ശേഷം ആവശ്യമില്ല, അത് കൊടുക്കേണ്ട കാര്യമില്ല. മരിച്ചതിന് ശേഷം അതേസമയം ഒരാൾ മരിക്കുന്നു,
മരിക്കുമ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് ജോലി ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ന്യായം. അതുപോലെ ഈ ജീവിച്ചിരിക്കുന്ന ആള് ഇപ്പം അതൊരു വലിയ രസകരമായ ഒരു കഥയാണ്. കാരണം ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഒരാൾ, ഈ ആൾക്ക് ഏത് വയസ്സ് വരെ ഈ പെൻഷൻ കിട്ടും എന്നൊരു ചോദ്യമുണ്ട്. നമ്മളവിടെ ഒരു 106 വയസ്സുള്ള ആളുണ്ടായിരുന്നു. അയാൾക്ക് പെൻഷൻ കൊടുക്കണോ വേണ്ടയോ എന്നതിനെ ചൊല്ലി തർക്കം. അങ്ങനെയില്ല, ആ ജീവിച്ചാലും മരിച്ചാലും കിട്ടും. അപ്പോൾ ഈ പ്രായം വരെ, അതായത് ഈ ശരിക്കും റിട്ടയർമെന്റിന് ശേഷം ഒരു ആയുർദൈർഘ്യം ഇത്ര കണക്കാക്കിയാണ് നമ്മൾ ഈ പെൻഷൻ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അവിടെ നിൽക്കാതെ 100-110 വയസ്സ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. എനിക്ക് പരിചയമുള്ളൊരു കേസ്, അതാണ് ഏറ്റവും വിചിത്രമായ കേസ്. ഒരാൾ റിട്ടയർ ചെയ്തു, പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു, അയാളുടെ ഭാര്യ മരിച്ചു പോകുന്നു. ഭാര്യ മരിച്ചുപോയി, അയാൾ എന്ത് ചെയ്തു? അയാൾ വയ്യാതായി, കിടപ്പിലായി, 85 വയസ്സായി. അപ്പോൾ അയാൾ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ വരും. ആ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്, കുടുംബമുണ്ട്. ഇയാൾ പറഞ്ഞു, എടി ഞാനൊരു കാര്യം നിന്നോട് പറയാം, നീ നിയമപരമായിട്ട് എന്നെ കല്യാണം കഴിച്ചാൽ നീ നിന്റെ ഭർത്താവിനോട് ജീവിച്ചു. അപ്പോൾ ആരും അറിയത്തില്ല, നീ പോയി ഒരു ഡിവോഴ്സ് അവിടെ മേടിക്കുക ഭർത്താവിനോട്. അത് കഴിഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കുക. ഞാൻ മരിച്ചു കഴിയുമ്പോൾ വീണ്ടും പോയി നിങ്ങൾ കല്യാണം കിട്ടും. ആരോടും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ജീവിച്ചോ. അപ്പം ഗുണം എന്താണെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ നിനക്ക് എൻ്റെ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയാക്കി കൊടുത്തു. എനിക്കറിയാവുന്നൊരു കേസുണ്ട്. നിയമോദ അയാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ പെൻഷൻ 35 വയസ്സുള്ള ഒരു സ്ത്രീക്ക് പിന്നെ എത്ര വർഷം അവർ ജീവിച്ചിരിക്കുന്നത് 50 കൊല്ലം കൂടെ പെൻഷൻ കിട്ടും. അപ്പം ഇത്തരത്തിലുള്ള ഈ സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെഴുതാൻ കൂടി ശ്രമിച്ചിട്ടില്ല. അതൊരു ശ്രമിക്കണം. അതെ, ഈ വരുമാനം വർദ്ധിപ്പിക്കുക, സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക, സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. പക്ഷെ ഒത്തിരി കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളിലും പോകുമ്പം ഈ സാധാരണ ബജറ്റിൽ ഉൾപ്പെടുത്തുന്ന ചെറിയ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്വാഭാവികമായിട്ടും സലീം കുമാറിന് പ്രതിഭ ഉണ്ടാക്കണമെന്ന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായി കാണും. അതൊരു വിമർശനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരുപാട് സിനിമക്കാർ മരിച്ചു പോയിട്ടുണ്ട്, അവർക്കാർക്കും പ്രതിഭ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സലീം കുമാർ പ്രതിഭ ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ കാരണം അദ്ദേഹത്തിന് അവിടെ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ നെടുമുടി വേണു മരിച്ചുപോയി, എന്തോരം ആളുകൾ മലയാളത്തിൽ എത്രയോ നടന്മാർ മരിച്ചുകൊണ്ട് അവർക്കാർക്കും നമ്മൾ പ്രതിഭ ഉണ്ടാക്കിയിട്ടില്ല. അത് സലീം കുമാറിന് പ്രതിഭ ഉണ്ടാക്കാൻ പറയുമ്പോൾ അത് വിവാദം ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിഭ ഉണ്ടാക്കാൻ, ഈ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിഭ ഉണ്ടാക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് ഭയങ്കര വിഷനുള്ള ഒരു തീരുമാനം, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. കാരണം കേന്ദ്ര സർക്കാർ വരെ ഞെട്ടും. അവിടെയാണ് ഒരു കാര്യമുള്ളത്. അല്ല, അവിടെ ഞാൻ ചോദിച്ചു ആരാണ് ഇദ്ദേഹം എന്ന് ചോദിക്കും ആളുകൾ. അതെ, അവിടെ എഴുതി വെക്കും പിന്നെ അതിലൊരു ശിലാഫലവും വെക്കും അദ്ദേഹത്തിന്റെ ഒരു. അങ്ങനെ ദേശീയ തലത്തിൽ ഈ ഗുരുദേവനെ കൊണ്ടുപോയി ഒരു പ്ലേസ് ചെയ്യുന്ന ഒരു വലിയ സംഭവമായി മാറി എന്നുള്ളതുണ്ടല്ലോ. അതാ ശിവഗിരി മഠത്തിന്റെ ഇടപെടിയിലാണ്. അവർക്ക് 5 കോടി രൂപ വേറെ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ അല്ല, വെള്ളാപ്പള്ളി നടേശ്വരം ബന്ധമില്ല, അല്ല, അത് ശിവഗിരി മഠത്തിന്റെ ഇടപെടിയിലാണ്. എന്തായാലും ആർശങ്കറിന് ഇവിടെ സ്മാരകം, പട്ടത്ത് സ്മാരക മന്ദിരം പണിയുന്നു. പിന്നെ ഉമ്പായി ഇടതുപക്ഷക്കാരനാ, കടുത്ത മാർക്സിസ്റ്റുകാരനാ. ഉമ്പായിക്ക് പേരിൽ മ്യൂസിക് അക്കാദമി കൊച്ചിയിൽ, ജോൺസന്റെ പേരിൽ, ജോൺസൺ മാഷിന്റെ പേരിൽ സംഗീത സംവിധായകന്റെ തൃശ്ശൂര് മ്യൂസിക് അക്കാദമി, MTയുടെ പേരിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്ക്. അങ്ങനെ എല്ലാ ആൾക്കാരുടെയും പേരിൽ, സമഗ്രമായിട്ട് എല്ലാവരെയും. ഇതൊക്കെ വെറും ഒരു ചടങ്ങാവാതിരുന്നാൽ, ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ വെറുതെ ചടങ്ങാവാതിരുന്നാൽ തോന്നുന്നില്ല, ചടങ്ങാകുമെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന IFFK കൊച്ചി സ്ഥിരം വേദിയാക്കാം. കൊച്ചിയിൽ, തിരുവനന്തപുരത്ത് IFFK തിരുവനന്തപുരത്ത് അല്ല, സ്ഥിരം വേദിയാക്കാൻ തിരുവനന്തപുരത്ത്. അത് മറ്റേ ഒരു JC ദാനിയലിന്റെ നേതൃത്വം, അതാണ് തിരുവനന്തപുരത്ത് ഒരു ഫിലിം സിറ്റി ഉണ്ടാക്കുക, കൊച്ചി ഫിലിം സിറ്റി ഉണ്ടാക്കാം. പക്ഷേ മറ്റേത് തിരുവനന്തപുരത്തല്ല. പക്ഷേ ഈ ഫിലിം സിറ്റിയിലേക്ക് ഇത് മാറ്റുമെന്നാണ് തോന്നുന്നത്. ഞാൻ എവിടെയോ കണ്ടു IFFK അങ്ങോട്ടാക്കാൻ പോകുന്നുണ്ട്. അതുപോലെ റബ്ബർ കർഷകർക്ക് 250 രൂപയാക്കി, ഇങ്ങനത്തെ ഒരു കാര്യം. അതേസമയം 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി അതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കും അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു. അതിന് 10 കോടി അനുവദിച്ചിരിക്കുന്ന നിലവിൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ. എങ്ങനെ 25 ലക്ഷം വെച്ച് നോക്കും. മെഡിസിപ്പിന് തന്നെ എത്ര 1000 കോടിയുടെ മുടക്കുണ്ട്. ഇതിന് പക്ഷേ സാധ്യതകളുണ്ട്, ചുമ്മാതെ ചെയ്യത്തില്ല. കാരണം ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ ഒരു സാധ്യത പരിഗണിച്ചുകൊണ്ട് തന്നെ കുറഞ്ഞ പ്രീമിയത്തിലായിരിക്കും ഇത് ചെയ്യാൻ. എത്ര ആയാലും ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം up to 25 lakhs അതില് അതിന്റെ 25 lakhs പറഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗങ്ങൾക്കായിരിക്കും. അല്ല, അങ്ങനെയല്ല, നമുക്കൊരു വല്ലം 25 ലക്ഷം രൂപ വെച്ച് കിട്ടുമെന്നാണ് ഇൻഷുറൻസ് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു രോഗ ചികിത്സ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ആർക്ക് വേണമെങ്കിലും ചികിത്സയുടെ ആ പൈസ തരണം. അത് സിമ്പിളാണ്, ഞാൻ പറയാം. ഇപ്പം നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്ന് കരുതുക. ഇപ്പം എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി എനിക്ക് HDFCയിലുണ്ട്. പക്ഷേ എനിക്കൊരു 1200 രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 15 ലക്ഷം രൂപയുടെ ടോപ്പപ്പ് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അല്ല, മാസമല്ല, വർഷം ഒറ്റ പേയ്മെൻറ്റ്. 4 പേര്, ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ 4 പേർക്ക് ഞാൻ 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ്. എത്ര അടയ്ക്കുന്ന മാസം? അതിന് ഒരു വർഷമാണ്.
ഒരു വർഷം. അപ്പോൾ എൻ്റെ ഏജ് അനുസരിച്ച് ഞാൻ ഇപ്പോൾ 32,000 രൂപയാണ് ഒരു വർഷം അടയ്ക്കുന്നത്. അപ്പോൾ ഈ 5 ലക്ഷത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു 15 ലക്ഷത്തിൻ്റെ ആയിക്കോട്ടെ, 32,000 നിങ്ങൾ അടയ്ക്കുന്നുണ്ട്. ഉണ്ട്. നിങ്ങൾ ഈ 5 ലക്ഷത്തിന് 32 അടയ്ക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഇതാണല്ലോ ഇൻഷുറൻസിന്റെ റേറ്റ്. അത് വരും. പക്ഷേ അംഗങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സർക്കാർ ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ ഈ 5 പേർക്ക് 32 അടയ്ക്കുന്നത്. ഇതാണ് ഇൻഷുറൻസിന്റെ റേറ്റ്. അതെ, സ്വകാര്യ കമ്പനി. അപ്പൊ എങ്ങനെയാണ് 25 ലക്ഷം ആയിക്കോട്ടെ ഈ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഈ ഒരു ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് എത്ര ലക്ഷം രൂപയുടെ ബാധ്യത സർക്കാർ കൊടുക്കുമോ? ആളുകൾ മേടിക്കുകയാണോ? അല്ല, ഈ ടോപ്പ് അപ്പ് പോളിസിയെ എങ്ങനെ ഇവർ മാനേജ് ചെയ്തിൽ ഇത് കൊണ്ടുവരാമെന്നുള്ളതായിരിക്കും ഇതിനകത്തെ. എനിക്ക് തോന്നുന്നില്ല. ഇൻഷുറൻസ് മേഖലയിൽ നമ്മൾ പല സർവീസിനും ശ്രമിച്ച് നമുക്കിവിടെ കമ്പനി ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഓരോ നമ്മൾ എന്തോ സ്റ്റാറോ ആരാണ്ട നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു ബാധ്യത എന്തിനും നമുക്ക് നമ്മൾ ഇഷ്ടംപോലെ കാശും കൊടുക്കും, പക്ഷെ നമുക്കൊന്നും കിട്ടത്തില്ല. ഗ്രൂപ്പായിട്ടായിരിക്കും. നമ്മൾ ഗ്രൂപ്പാണ്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഒരാവശ്യം വന്ന വലിയ പാടാണ്. ഇവർ ഓരോ കാര്യം പറഞ്ഞ് തള്ളുക ചെയ്യുന്നത്. പക്ഷെ അല്ലാത്ത ഇപ്പം നമ്മൾ സിംഗിൾ നമുക്കതൊന്നും ഒന്നും അറിയണ്ട. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങി കഴിഞ്ഞ് പോകാൻ മതി, പൈസ അവർ കൊടുത്തു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആശങ്ക ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും. അതുണ്ട്. പക്ഷെ അതിനകത്ത് തന്നെ നമുക്ക് ഈ സിദ്ധാർത്ഥന്റെ പേരിൽ ഒരു ആപ്പും വരുന്നുണ്ട്, ഒരു ആക്റ്റും വരുന്നുണ്ട്. അല്ല, അങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ അതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട 3-4 കാര്യങ്ങൾ. ഒന്ന്, 3 തരത്തിൽ കേരളത്തെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് ആരോഗ്യ മേഖല, 2 ടൂറിസം മേഖല, 3 വിദ്യാഭ്യാസ മേഖല. ഈ 3 മേഖലയും ഒരു കേരളം എന്നൊന്ന് ബ്രാൻഡിങ്ങിനുള്ള രീതിയുണ്ട്. അപ്പം ഈ ഉദാഹരണത്തിന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നു, സ്വകാര്യ യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്നു. ഇതൊന്നും ഇടതുപക്ഷത്തിന് എതിർക്കാൻ പറ്റില്ല. കാരണം അവർ വിദേശത്തുനിന്ന് ഇങ്ങോട്ട് യൂണിവേഴ്സിറ്റികൾക്ക് വരാം, വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്ന് പഠിക്കാം. അതായത് ഈ സാർക്ക് രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സാഫ് രാജ്യങ്ങളുണ്ട്. ഈ സാർക്ക് രാജ്യങ്ങളും സാഫ് രാജ്യങ്ങളിലും ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ അവരൊന്ന് പഠിക്കും. അപ്പോൾ നമ്മളിപ്പം ഇവർ ചെയ്യേണ്ട വിദേശ സർവകലാശാല അനുവദിക്കുന്നുണ്ട്. വിദേശ സർവകലാശാല ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ കയ്യിലാണ്. അതെ, ഇവിടേക്ക് ഇവർക്കൊന്നും ചെയ്യാനില്ല. കാരണം കേന്ദ്ര സർക്കാർ വിദേശ സർവകലാശാല അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടേക്ക് വരുന്നില്ല. വരുന്ന മുഴുവൻ ബോംബെയിലും ബാംഗ്ലൂരും ഡൽഹിയിലുമാണ്. നമ്മൾ ഫെസിലിറ്റി കൊടുത്ത് മാർക്കറ്റ് ചെയ്താൽ ഇവിടേക്ക് നല്ല വിദേശ സർവകലാശാല. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഇവർക്കൊരു ആശയക്കുഴപ്പമുള്ളൂ. ഇവരൊക്കെ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഈ വിദേശ സർവകലാശാല ഏറ്റവും ടോപ്പിലുള്ള വിദേശ സർവകലാശാല നോക്കുന്നത്. ഈ ടോപ്പ് വിദേശ സർവകലാശാല കൊണ്ടുപോകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ ഫീസിന് തത്തുല്യമായാൽ കുറച്ചാണെങ്കിൽ പോലും ആ ഫീസ്, പക്ഷേ ഇത് അഫോർഡ് ചെയ്യാൻ ആളുകൾക്ക് പറ്റില്ല. അതേസമയം അവിടെയുള്ള നമ്മളിവിടുന്ന് അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് അവിടുത്തെ ഇച്ചിരി നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികളാണ്. ആ യൂണിവേഴ്സിറ്റിയോടെ വന്നാൽ മാത്രമേ നമുക്ക് ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ വരും, അതിനുള്ള സംവിധാനം ചെയ്താൽ നടക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളെ കിട്ടാൻ നടക്കത്തില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇവിടെ വന്ന് ശാഖ തുടങ്ങേണ്ട കാര്യമില്ല. അവരുടെ റേറ്റിനനുസരിച്ചായിരിക്കും ഇവിടെ കൊണ്ടുവന്ന്. ഒരു വർഷത്തെ ഫീസ് 70 ലക്ഷം രൂപയാണ്. ഇവര് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നുള്ള ഒരു ബ്രെയിൻ ഫ്ലോ ഉണ്ടല്ലോ, ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയാൽ ശരിയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ കോമ്പറ്റീഷൻ അതിനുള്ള ഒരു ശ്രമമുണ്ട്. അങ്ങനെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കാനൊരു ശ്രമം നടത്തുന്ന ഒരു വശത്ത്, മറുവശത്ത് ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിനുള്ള ഒരു സാധ്യത കൊണ്ടുവരുന്നു. ആയുർവേദമായിരിക്കും ബ്രാൻഡ് ചെയ്യുക കൂടുതൽ. ആയുർവേദം അല്ല, ശരിക്കും ഞാൻ ചോദിച്ചത് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഈ 5 സ്റ്റാർ ആശുപത്രികളുണ്ടല്ലോ. ഈ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പെങ്ങളെ ഇന്നലെ വിളിച്ചു. ഞാൻ എൻ്റെ പെങ്ങളെ ഇന്നലെ വിളിക്കുന്നു, എൻ്റെ പല്ലിൻ്റെ വേദന എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങൾ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് നിനക്ക് ഡോക്ടറെ വിളിച്ചിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് നോന്ന് നടക്കത്തില്ലല്ലോ. നമുക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് പല്ലിന്ന് ചോര വന്നപ്പം ഞാൻ നേരെ എന്നെ ഓപ്പറേറ്റ് ചെയ്ത് ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, തണുത്ത വെള്ളത്തിൽ വാകഴുകൂ, ഐസ് എടുത്ത് പിടിക്കൂ, എന്നിട്ടൊരു ഐസിൻ്റെ അകത്ത്, തണുപ്പത്തിൻ്റെ അകത്ത് ഒരു ടീ ബാഗ് വെച്ചിട്ട് അതെടുത്ത് ആ ചോര വരുന്നിടത്തേക്ക് വെക്കുമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് നിന്നുപോയി. UK-ലോ അമേരിക്കയിലോ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, അവരെ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ഇഷ്ടം പോലെ സ്വകാര്യ ആശുപത്രികളുണ്ടല്ലോ. ഈ ആശുപത്രികൾ കുറച്ചുകൂടി ഈ വിദേശത്തുനിന്ന് ആളെ കൊണ്ടുവരുന്ന സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ചികിത്സ, അതുപോലെ ദന്തൽ ചികിത്സ. ഞാൻ ഇന്നലെ ആ ദന്ത ചികിത്സയ്ക്ക് പോയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞൊരു കഥ, സർക്കാരിന് ദന്താശുപത്രികൾ കുറവാണ്. അതെ, ഡിപ്പാർട്ട്മെന്റ് കുറവ്. എല്ലാ ആശുപത്രിയിലും ദന്ത ഡോക്ടർ ഇല്ല. അപ്പം ഈ ദന്തൽ പഠിച്ച ഡോക്ടർമാർക്ക് അവസരങ്ങൾ കുറവാന്ന് പറഞ്ഞു. അവസരങ്ങൾ കുറവെന്നല്ല, ഞങ്ങളുടെ ജംഗ്ഷനിൽ, ഞങ്ങളുടെ ചെറിയൊരു ടൗണാണ്, അവിടെ 6 ദന്താശുപത്രിയുണ്ട്. ഓമല്ലൂർ തന്നെ. അതുപോലെ ഓമല്ലൂർ തൊട്ട് കൈപ്പട്ടൂർ വരെ എണ്ണും, അത് 2 എണ്ണം കൂടി ഉണ്ട്. അവിടെ ഓമല്ലൂരല്ലേ? അതെ, അവിടെയാണല്ലോ നമ്മുടെ മറ്റേ തട്ടിപ്പുകാരന്റെ ഫാസ്റ്റർ ബിനുവാഴം, അത് നമ്മുടെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പം ഈ ഓമല്ലൂര്, അതാ പറഞ്ഞത്, എന്റെ കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് ജോലി സാധ്യത കുറയുന്നു. അതെ, അല്ല ഒത്തിരി പേര് പഠിച്ചിറങ്ങുകയാണ്. ഈ BDS പഠിക്കാൻ ചെലവ് കുറവ്, അതാണ് ഏറ്റവും പ്രധാനം. അല്ല, പക്ഷെ അങ്ങനെയല്ല, ഇത് അവസരമില്ല. യഥാർത്ഥത്തിൽ ഈ ദന്തൽ മേഖലയിൽ നമ്മൾ ഊന്നൽ കൊടുത്ത് സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിൽ നല്ല ദന്ത ഹോസ്പിറ്റൽ ആരംഭിച്ചു കഴിഞ്ഞാൽ വിദേശത്തുനിന്ന് ആളുകൾ ചികിത്സിക്കാമെന്ന് പാക്കേജ് ഉണ്ടാക്കിയാൽ, അവിടെയൊക്കെ വിദേശത്തുള്ള മലയാളികൾ പോലും
നാട്ടിൽ വരുമ്പോഴാണ് അവർ പല്ല് ശരിയാക്കുന്നത്. പല്ല തൊടുന്നതിന് ഭയങ്കര പൈസയാ. അവിടെ എനിക്ക് തോന്നുന്നു വലിയ ഇതിന് rate. ഇൻഷുറൻസ് കവറേജും ഇല്ല ഈ പല്ലിന്റെ പരിപാടി. ആയിരിക്കണം. എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ദന്താശുപത്രികളാണ്. അല്ലാതെ പറഞ്ഞ അപ്പം ഈ വിദ്യാഭ്യാസം വേറെ എന്താണുള്ളത്? ടൂറിസത്തെ അവർ വ്യവസായമാക്കി മാറ്റുന്നുണ്ട്. ടൂറിസത്തെ വ്യവസായമായി മാറ്റുന്നു. ഷോർട്ട് പിന്നെ മറ്റേ എന്താ പറയുന്നത്, സ്പിരിച്വൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഗുരുവായൂരിനും ശബരിമലയ്ക്കൊപ്പം നമ്മുടെ കൊട്ടിയൂർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അമൃതാനന്ദമയി ഉണ്ട് ഇതിനകത്ത്. അല്ലാതെ വേറൊരു സാധനം അമൃതാനന്ദമയി മുതൽ ഉള്ളത് അവർ ടൂറിസം സർക്യൂട്ട്, അതായത് അത് മാവേലിക്കര മുതലുള്ള ഒരു കണക്ഷനാണ് അമൃതാനന്ദമയുടേത്. അതല്ല മേജർ, അതായത് തിരുപ്പതി മോഡൽ വികസനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ശബരിമലയും ഗുരുവായൂരും കൊട്ടിയൂരുമാണ്. ഈ കൊട്ടിയൂരിന് ഇപ്പോഴാണ് ഇത്രയും, ഈ അടുത്ത കാലത്താണ് കൊട്ടിയൂർ സീസണലാണ്. വർഷത്തിലൊരിക്കലാണ്. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ കുറേ കാലമായി ഏതോ ഒരു ഈ കന്നഡ സിനിമയിലും കണ്ട് കൊട്ടിയൂരിനെ കുറിച്ച് പരാമർശം വന്നു. അതിനുശേഷം കർണാടകത്തോടെ ഒഴുകിയെത്തുവാണ്. ചെല്ലാൻ പറ്റുന്ന ഭയങ്കര ബ്ലോക്കാണ്, മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കാന്ന് പറഞ്ഞത് ആ ഭാഗത്തോട്ട്. ഞാൻ കൊട്ടിയൂർ പോയിട്ടുണ്ട്, ഒരാളും ഇല്ലാത്തപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, സീസൺ ഇല്ലാത്തപ്പോൾ. അത് പക്ഷെ അവിടെ അടുക്കാൻ പറ്റുന്നില്ല. അത് ഈ കാലവർഷ സമയത്താണ് അത് പ്രാധാന്യം. മഴ അതെന്നാ വെച്ചാൽ പുഴ കടന്ന് വേണം കൊട്ടിയൂർ അങ്ങോട്ട് കയറാൻ വേണ്ടി. അതെങ്ങനെ സെറ്റ് ചെയ്ത് അതിന് അതൊക്കെ ആയിട്ട് ഐതിഹ്യമായിട്ട് കണക്ഷൻ ആവുന്നില്ല. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും അക്കരെ രണ്ടിടത്തുണ്ട്. എനിക്ക് അതിന്റെ കൂടുതൽ കഥ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഇതിനെ തോന്നുന്നു ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്നത്. അവിടെ തുടങ്ങാം. മിഷൻ സമുദ്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ ഒരു പ്രധാന കാരണം 600 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കടൽത്തീരം. ഇത്രയും കടൽത്തീരം ഉള്ള ഒരു സംസ്ഥാന സത്യത്തിൽ കുറവായിരിക്കും. കർണാടക ഇല്ലേ? കർണാടക ഇപ്പുറത്തെ പിന്നെ തമിഴ്നാടിനുണ്ട്, പിന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. 600 ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഇത്രയുള്ള. ഇവിടെ 2 അന്താരാഷ്ട്ര പോർട്ടുണ്ട്. എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. പിന്നെ നമുക്ക് ഏതാണ്ട് 10-17 ചെറിയ പോർട്ടുകളുണ്ട്. 17 ചെറിയ അഴീക്കോടും ബേപ്പൂരും പൊന്നാനിയും ഒക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ വലിയ കണക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോർട്ടുകളെ വേണ്ട പോലെ ഉപയോഗിക്കുകയും ഇവരുമായിട്ട് ഇന്നാണ് ഞാൻ വാർത്ത പറഞ്ഞത്, വിഴിഞ്ഞത്തൂന്ന് റോഡിലേക്ക് സാധനം കൊണ്ടുവരാനുള്ള ട്രയൽ ഇന്നാണ് പൂർത്തിയാക്കിയിട്ട് തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ പരിശോധന പൂർത്തിയായി അല്ലേ? അല്ല, അതായത് പരിശോധന എന്ന് പറഞ്ഞാൽ വർക്കിംഗ് തുടങ്ങി. പക്ഷെ അത് ഇനി പെർമിഷനോടെ കിട്ടണം. അപ്പം നമുക്ക് ഈ പറയുന്ന പോർട്ടുകളെ റോഡുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ തോതിൽ നമുക്ക് ഈ ലോജിസ്റ്റിക് പരിഹാരം ഉണ്ടാവുകയാണ്. അപ്പം വിഴിഞ്ഞത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു മാറ്റം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ സമുദ്ര ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിനകത്ത് വേറെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വിഴിഞ്ഞത്തേക്ക് പിന്നെ ഈ റോഡ് വരുന്നുണ്ട്, വിഴിഞ്ഞ നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്. അത് നേരത്തെ ഉള്ളതാണ്. അതെ, ഈ ഭൂഗർഭ റെയിൽ. അതുപോലെ വിഴിഞ്ഞം ശരിക്കും ആക്സസ് ആണ് ഏറ്റവും പ്രധാനം. വിഴിഞ്ഞത്ത് ഇപ്പം ഇത് മാത്രമല്ല നടക്കുന്നുള്ളൂ, ട്രാൻസിഷൻ മാത്രമല്ല നടക്കുന്നു. ഇനി അവിടുന്ന് മാറ്റണം. ഞാൻ പറഞ്ഞ ഒരു നല്ല പോർട്ട് വന്നാൽ ആ പോർട്ടിന് ചുറ്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഡക്റ്റ് എനിക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ സ്റ്റോറേജ് ഉണ്ടാവും. ഇത് പെട്ടെന്ന് കയറ്റി അത്തരം ബിസിനസ്സുകൾ വളരണം. അതാണ് ഇത്. എത്ര ദിവസത്തേക്ക് നമുക്ക് ഇപ്പൊ ഈ യുദ്ധം നടക്കുന്നു, അങ്ങോട്ട് ഇത് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ഷിപ്പ് കൊണ്ടുവന്നാൽ അതിനകത്തുള്ള സാധനം കേടാകുന്ന സാധനമാണെങ്കിൽ അത് ഇവിടെ സൂക്ഷിക്കാനുള്ള സംവിധാനം. അതാണ് അത്തരം സാധനങ്ങളാണ് ഈ ലോജിസ്റ്റിക് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിനുള്ളൊരു നീക്കങ്ങൾ നടത്തും എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഗുണമുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നത് വിഴിഞ്ഞം, കോവളം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ, ഇതാണ് അദ്ദേഹം ഇതിനകത്ത് കൃത്യം പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വലിയ മാറ്റം ഉണ്ടാവും. ഇവിടെ തുറമുഖങ്ങൾ, അധിഷ്ഠിത വ്യവസായങ്ങൾ, ലോജിസ്റ്റിക്, കപ്പൽ അനുബന്ധ ഇത്തരത്തിലായിരിക്കും ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ. അതാണ് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത്, നികുതി വരുമാനം വരാൻ സാധ്യത ഇതേ ഉള്ളൂ. വേറെ പുതിയതായിട്ട് ഒരു നികുതി ഇല്ല. ഇപ്പം തന്നെ ഈ വാഹനങ്ങളുടെ നികുതി കുറച്ചു. അത് ഏറ്റവും ഭയങ്കര. സ്വകാര്യ ബസ്സുകളുടെ നികുതി 50% കുറച്ചു. അവരുടെ ഏറ്റവും വലിയ പരാതി എന്താ? ഇപ്പം കണ്ടോ, എല്ലാ സ്വകാര്യ ബസ്സുകളും പത്തനംതിട്ടയൊക്കെ സ്വകാര്യ ബസ്സുകൾ കുത്തുവാളം എടുത്തു. ഈ 50% കുറച്ചാൽ പോലും ഇവർ വെള്ളം കുടിക്കും കേട്ടോ. എന്നാലും കുടിക്കും, എന്നാലും അത്രയും കുറഞ്ഞില്ലേ? അതുപോലെ ഈ പിന്നെ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സുകളുണ്ടല്ലോ, ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, അതിൻ്റെ പകുതിയാക്കിയിട്ടുണ്ട്, നികുതി പകുതിയാക്കി. ഈ നികുതി പകുതിയാക്കിയാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെയൊക്കെ ഓരോ സ്വകാര്യ ബസ് മുതലാളിമാർ കണക്ക് കാണിക്കുന്നുണ്ട്. ആ 10 ബസ് ഓടിയിട്ട് 5000 രൂപ കിട്ടുന്നത്. എങ്ങനെ ഓടിക്കും? ഒരു ബിസിനസ് തകർന്നു. അതായത് യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന സൗജന്യം കൊണ്ടുണ്ട്, നമ്മൾ സൗജന്യത്തിന് ഗുണങ്ങൾ പറയുമ്പോഴും സൗജന്യങ്ങളുടെ ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറഞ്ഞാൽ
ഈ KSRTC എന്ന് പറഞ്ഞ 1500 കോടി ഖജനാവിൽ നിന്ന് അങ്ങോട്ട് കൊടുത്ത് നടത്തുന്ന സഹായം പ്രശ്നം. കൊടുത്ത് നടത്തുന്നത് മറ്റേത് മറ്റൊരു ഓരോ 3 മാസം കൂടുമ്പോൾ 35,000 രൂപ വെച്ച് ഓർഡിനറി ബസ് കൊടുക്കണം. 35,000 രൂപ വെച്ച് സർക്കാർ തന്നുകൊണ്ടിരുന്നതാണ്. കൂടാതെ അവർ പെട്രോളിനും മറ്റും ഏതാണ്ട് എത്രയോ ലക്ഷം ആളുകൾക്ക് ജോലി കൊടുത്തുന്ന പ്രസ്ഥാനമാണ്. അതാണ്. അത് പൂട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും എന്നുള്ള മാത്രമല്ല കാര്യമുണ്ട്. ഇപ്പൊ പിള്ളേർ മാത്രമേ ഉള്ളൂ, സ്ത്രീകളില്ല, പുരുഷന്മാരും സ്കൂളിൽ പോകുന്ന പിള്ളേരേ ഉള്ളൂ. അവർക്ക് എന്ത് കിട്ടുമെന്ന് എങ്ങനെ ഓടിക്കാൻ പറ്റും? അതാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ പദ്ധതി പറഞ്ഞപ്പോൾ തന്നെ ഇവരെ ഒന്ന് ഇവരുടെ കാര്യത്തിൽ നോക്കിയിട്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മാരിടൈം മ്യൂസിയം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഇതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള സാധനം തോന്നല്ലേ? അതെ. അത് ഇതിന്റെ കൂട്ടത്തിലുള്ള മിഷൻ സമുദ്രയുടെ കൂട്ടത്തിലുള്ളതാണ്. അത് ഏവിയേഷൻ ഹബ്ബും എല്ലാം അതിന്റെ കൂടെ. ഏവിയേഷൻ ഹബ്ബാണ്. ഏവിയേഷൻ ഹബ്ബ് ശരിക്കും നമുക്ക് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഇത്രയും ചെറിയൊരു രാജ്യത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ. അതായത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളൊന്നാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ബോംബെ കഴിഞ്ഞാൽ, ബോംബെ വലിയ എയർപോർട്ട്, ഇപ്പം നവി ബോംബെ, പൂനെയിലില്ല. പൂനെയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേവിയുടെ സാധനം ഇവരെ വാടകയ്ക്ക് എടുത്ത് നടത്തുവാണ്. അത് രാത്രി മാത്രമേ ഉള്ളൂ, പകലില്ല. പകല് കൊടുക്കത്തില്ല. അവരുടെ നേവിയുടെയോ എയർഫോഴ്സിന്റെയോ കണ്ടാണ് ഈ സാധനം. അവിടെ സ്ട്രിക്റ്റ് ആണ്. ഇത് മാത്രമല്ല, പലപ്പോഴും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പൂട്ടിയിടും. അവർക്ക് തോന്നുമ്പോഴേ ഓർക്കണം, ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് പൂന. ആ പൂനെയിൽ ഒരു എയർപോർട്ട് ഇല്ല എന്നൊരു അവസ്ഥ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇത് പ്രയോജനമുള്ള ഒരു എയർപോർട്ടല്ല പൂനെയിലുള്ളത്. അത് ആലോചിക്കുക. മഹാരാഷ്ട്ര ബോംബെ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട് ചെറിയ എയർപോർട്ടുകൾ. പക്ഷെ കേരളത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ 4 എണ്ണമാണുള്ളത് ഈ കൊച്ചു സംസ്ഥാനത്ത്. ഇത്രയും വാല് പോലെ കിടക്കുന്ന ഈ വിമാനത്താവളങ്ങളെ വേണ്ടതിൽ ഉപയോഗിക്കാൻ പറ്റും. കണ്ണൂർ വിമാനത്താവളം ഫോർ എക്സാമ്പിൾ, എന്നാ വലിയ വിമാനത്താവളമെന്നറിയോ? നഷ്ടത്തിൽ നല്ല വിമാനം വരുന്നില്ലെന്നേ. ഇതൊക്കെ കൃത്യമായ പൊളിറ്റിക്കൽ വില്ലോടുകൂടി ഇത് ചുമര് വിമാനത്താവളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അന്താരാഷ്ട്രമായിട്ട് മാർക്കറ്റ് ചെയ്യും. അവിടെ വിമാനം കൊണ്ടുവരും. ഗൾഫ് രാജ്യങ്ങളിൽ വിമാനം കൊണ്ട് ഇതൊന്നുമില്ല. ചരക്കുകളൊക്കെ എല്ലാം വരണം, ഒന്നും വരുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഇവരെ ഘടിപ്പിക്കുന്ന ഒരു സംവിധാനം തുടങ്ങിയാൽ നല്ലതായിരിക്കും. പിന്നെ ഇൻവെസ്റ്റ് കേരളം, അത് വലിയ പരിപാടിയായിട്ട്. ഇൻവെസ്റ്റ് കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നിക്ഷേപം ആളുകൾ നിക്ഷേപിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ തൊഴിലാളി യൂണിയനുകളാണ്. ഇവിടെ തൊഴിലാളി യൂണിയൻ എന്നും ബഹളം ഉണ്ടാക്കിയിട്ട്. രണ്ടാമത്തെ കാര്യം ഈ ചുവപ്പ് നാടയാണ്. എല്ലാവർക്കും കാശ് കൊടുക്കണം, എല്ലായിടത്തും വേണം. പിന്നെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പല സമയം പല നിലപാടാണല്ലോ ഇവർ സ്വീകരിക്കുന്നത്. ഇപ്പൊ അദാനി, പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അദാനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അദാനി കുഴപ്പമായി. അതാണ് പ്രശ്നം. ഇവരങ്ങോട്ട് മാറിയ പുറകെ അത് കുഴപ്പമായി. എന്നാൽ അദാനി എന്താണ്? അദാനി പേരിലുള്ള പിണറായിയുടെ കാലത്തും പേരിന് അദാനി എതിരായിരുന്നു. പക്ഷെ ഉള്ളിൽ അദാനി. ഇത് തന്നെ ഇവരുടെ കാര്യം. അങ്ങനെ അദാനിയെ തള്ളിക്കളഞ്ഞോണ്ട് ഇവർ ഒരു പരിപാടിക്ക് പോകത്തില്ല കേട്ടോ. അത് വെറുതെ പറയുന്നതാണ്. അല്ലാതെ ആരും ഇവിടെ നിക്ഷേപിക്കാൻ വരുന്നു. അപ്പൊ അതിനകത്ത് ഈ നിക്ഷേപത്തിൻ്റെ അകത്ത് ഉദാഹരണത്തിന് നമ്മൾ 10-60 പേർക്ക് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട്. ഈ സ്ഥാപനം പൂട്ടണമെന്ന് പറഞ്ഞുള്ള നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവരുടെ പോളിസി അതായിരുന്നു. അതായത് നിങ്ങൾക്ക് തൊഴിൽ വേണ്ട, സംരംഭങ്ങൾ വേണ്ട, നികുതി വേണ്ട. നമ്മൾ ഇത്തരം പേർക്ക് തൊഴിൽക്കരം നഗരസഭയ്ക്ക് അടയ്ക്കുന്നതാന്ന് ഓർക്കണം. നിങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കാൻ. നമ്മൾ നഗരസഭയ്ക്ക് തൊഴിൽക്കരം അടയ്ക്കുന്നതാ. എത്ര രൂപ ഒരു വർഷം കൊടുക്കുന്നത്? 2 തവണയായിട്ട് മേടിക്കുന്നത്. 2 തവണയായിട്ട് മേടിക്കും. ഇതെല്ലാം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ, ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം കിറ്റക് സാബുനെയൊക്കെ അവർ പ്രത്യേക വിമാനം അയച്ചു കൊണ്ടുപോയി ചെയ്തു. ഈ വിമാനം അയച്ചു കൊണ്ട് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിന് തുടർച്ചയാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പ്രത്യേക സംരക്ഷണം. എനിക്ക് ഏറ്റവും നമ്മൾ എടുത്തു പറയുന്നത് വൺ കേരള കരുതൽ മിഷനാണ്. അത് ഏറ്റവും ശ്ലാഘനീയമായ പരിപാടിയാണ്. മാരക രോഗങ്ങളുടെ, അതായത് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കുടുംബങ്ങളിലെ ഒരു കുടുംബത്തിന്റെ അടിത്തറ ഇല്ലാതാവുന്ന രോഗം വരുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷെ രോഗം വന്നു പോയാൽ തീർന്നു. അവിടെയാണ് നമ്മൾ ഇത്രയും കാശ് മുടക്കി ഇൻഷുറൻസ് എടുത്തിടുന്നത് ഇപ്പോഴത്തെ. എന്നിട്ട് രോഗം വന്നാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് ഒരു എത്ര പേര് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്? ഇൻഷുറൻസ് എടുക്കാൻ കാശ് വേണ്ടേ? പിന്നെ അതുപോലെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി ഉണ്ട്. അത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. ഒന്നുമില്ല. അപ്പൊ അത് മാത്രം, ഇതൊക്കെ ചെറിയ പൈസ 3 ലക്ഷം രൂപ താഴെയൊക്കെയാണ് കിട്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര 5 ലക്ഷം രൂപ കിട്ടുന്നത്? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾക്കൊരു വൃക്ക മാറ്റി വയ്ക്കണം, 25 ലക്ഷം രൂപ ചെലവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹൃദയം മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരൾ മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരക ഇപ്പോഴത്തെ കാലത്തെ ചികിത്സ 25, 30, 40 ലക്ഷം എവിടെ നിന്ന് കൊണ്ടുവരും? ഈ സാഹചര്യത്തിൽ ആളുകൾ പലപ്പോഴും, ഈ പിണറായി വിജയനല്ല എല്ലാവരും അമേരിക്കയിൽ പോയി ചികിത്സിക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആളുകൾ പലപ്പോഴും മരണം എരന്നു വാങ്ങുവാണ്. അപ്പം ഈ പറയുന്ന മാരക രോഗം 1, 2 പല കുടുംബങ്ങളിലും നമുക്കറിയാമല്ലോ. ഇപ്പോൾ മറുനാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന പൈസ ചോദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ കൊടുക്കാറുമില്ല. ആരോ എവിടെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ വന്ന് ചികിത്സാ സഹായം കിട്ടുമെന്ന്. ആളുകൾ വരുവാണ്. ഇന്ന് ചികിത്സാ സഹായം ഇന്ന് കണ്ടോ, ആ KSRTCയിൽ ഒരു അമ്മച്ചിയുടെ ഒരു ശബ്ദം കേട്ടായിരുന്നു. അതായത് അമ്മച്ചി അഭിപ്രായം ചോദിക്കും, മോനെ, ഞാൻ എൻ്റെ ഭർത്താവിന് വയ്യാത്തതാണ്, പലപ്പോഴും എനിക്ക് ഭക്ഷണം
പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനത്തെ മനുഷ്യരുണ്ട്. ആ. അപ്പം വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്നവരെ സഹായിക്കുക, ചികിത്സ മുടങ്ങുന്നവരെ സഹായിക്കുക എന്നതിന് വേണ്ടി ഒരു മിഷൻ കൊണ്ടുവരികയും അത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, സമൂഹത്തിൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള അതിൻ്റെ പ്രത്യേകത അതാണ്. അതായത് അതിനകത്ത് സമൂഹത്തെ കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അതായത് ഈ മറ്റേ ഈ CSR ഫണ്ട് കിട്ടും, കൂടാതെ ഏത് വ്യക്തിക്കും ഇതിൻ്റെ ഭാഗമാവാം. ഞാൻ പറഞ്ഞ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള കാശിനേക്കാൾ അല്പം കൂടുതലുണ്ട്. അപ്പം എനിക്കിത് സമൂഹത്തിന് ഗുണകരമായി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, ഭൂരിപക്ഷം പേരുടെ അത് അങ്ങനെയാണ്. കാരണം ലോകത്തിന് ചുറ്റിനും കിടക്കുന്ന ആളുകൾ പലരും നമ്മൾ കൊടുക്കുന്ന പലരും തട്ടിപ്പുകാരായിരിക്കും. അത് ശരിയാണ്. നമ്മുടെ അടുത്ത് വരുന്ന ഒരാളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇവിടെ സർക്കാരിനെ നമ്മൾ വിശ്വസിച്ച് കൊടുക്കുക. ഇപ്പൊ പ്രശ്നം വെച്ചാൽ കൊടുക്കാൻ പറ്റും, ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാന്ന് പറയും, ദുരിതാശ്വാസത്തിന് കൈയിട്ട് വാരും. അത് കൈയിട്ട് വാരിയല്ലോ. അത് മറ്റേ രാമേന്ദ്രൻ നായർക്ക് മകന് ജോലി കൊടുക്കാനും നഷ്ടപരിഹാരം കൊടുക്കും, ഉടവോളം വിജയനും ഒക്കെ വീതിച്ചു കൊടുക്കും. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ മാറ്റമായിട്ട് ഇദ്ദേഹം ഇത് സ്വതന്ത്രമായ ഒരു കൺസെപ്റ്റ് കൊണ്ടിരുന്നു, ഇതിലേക്ക് ജനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. CSR ഫണ്ട് തന്നെ കൊടുക്കാം, സർക്കാരിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടെ വരും. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും. ഈ പ്രോഗ്രാം തുടങ്ങി നന്നായി പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ പറയുന്ന കരുതൽ മിഷനിലേക്ക് ഞാൻ എല്ലാ വർഷവും ഒരു നിശ്ചിതത കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സ്വത്തിൻ്റെ ഒരു വിഹിതം എനിക്ക് കിട്ടിയ ഭാഗ്യം കിട്ടാത്തവർക്ക് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയാൽ ആ പദ്ധതിയിലേക്ക് ഞാൻ ധൈര്യം, പക്ഷേ ആ ഒരു ആത്മവിശ്വാസം സർക്കാർ ഉണ്ടാക്കണം. അതിൽ നിന്ന് കൈയിട്ട് വാരത്തില്ല എന്ന് ഉറപ്പാവണം, സുതാര്യമായിരിക്കണം, കണക്ക് വെള്ളി വരണം. ഇതിൻ്റെ അപേക്ഷകരാരാണ്? മുഴുവൻ ഇവർക്ക് വേണ്ടപ്പെട്ടവരാവരുത്. അങ്ങനെയുണ്ട്. ജെന്യുവിൻ ആൾക്കാർക്ക് വേണം ഇത് കൊടുക്കാൻ. അത്തരത്തിൽ ഒരു പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു പദ്ധതിയാണ്. എനിക്ക് തോന്നി സർക്കാരിന്റെ ഈ ബജറ്റിലെ ഏറ്റവും മാനുഷിക മുഖമുള്ള പരിപാടി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. വൺ മനുഷ്യൻ. പിന്നെ ഗ്ലോബൽ വാച്ച് ടവർ, അതായത് ജോലി ലോകത്ത് എവിടെയെല്ലാം ജോബ് ഉണ്ട്, എവിടെ ആ ജോലിയുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് സ്പേസ് ഇക്കണോമി അത് ചെയ്തിരിക്കുന്നത്. കേരള നോളജ് വാലി, അത് ഞാൻ മുമ്പ് പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലുള്ളതാണ്. വയനാട് ട്രൈബൽ സർവകലാശാല, അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമാകണമെങ്കിൽ പിന്നെയും വയനാട് ഒരു സർവകലാശാല കൊണ്ടുവരുന്ന ട്രൈബൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് സർവകലാശാല എന്ന് എങ്ങനെയാവും നമുക്കറിയില്ല ഉദ്ദേശിക്കുന്നത്. ദേശീയ വിജ്ഞാന മേഖലയാണ് ഉദ്ദേശിക്കുന്നത്. കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി നല്ലൊരു ഐഡിയ ആണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ, മെഡിക്കൽ കോളേജുകളെ, പരിശീലന കേന്ദ്രങ്ങളെ ഇവരെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ അടുത്ത പറഞ്ഞ കേരള സിൽവർ ഇക്കോണമിയാണ് അടുത്ത് ശ്രദ്ധിക്കപ്പെടേണ്ടത്. വയോജനങ്ങൾക്കായിട്ടുള്ള വയോജന വകുപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സിൽവർ ഇക്കോണമി. അതായത് സാമ്പത്തിക സഹായം, സംരംഭത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി. സത്യം പറഞ്ഞാൽ ഈ സിൽവർ ഇക്കോണമി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബ്രോഡായിട്ട് ഇതിനെ കണ്ടാൽ, അതായത് ഇപ്പോൾ 56ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്യുക. അതെ, യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും കഴിവുറ്റ സമയമാണ് 56 വയസ്സെന്ന് പറയുന്നത്. ഇവന് 56 മുതൽ ഒരു 10-15 കൊല്ലം കൂടെ ഒരു 70 വയസ്സ് വരെ മനുഷ്യൻ നന്നായിട്ട് ഊർജ്ജസ്വല. അപ്പോൾ ഈ 56 മുതൽ ഈ റിട്ടയർ ചെയ്തിട്ട് വെറുതെ ഇരിക്കുകയാണ് കഴിവുള്ള മനുഷ്യരെ. ഇവരുടെ കഴിവ് ഉപയോഗിക്കുന്ന തരത്തിൽ, ഇവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന തരത്തിലേക്ക് ഇവർ ഉപയോഗിച്ചാൽ വലിയ നേട്ടം. അവരുടെ എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകമാണ്. അത് പല മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് വരുന്നത് കെയർ ഗിവർ പദ്ധതി. ഈ കെയർ ഗിവർ പദ്ധതി ഒരു ഭയങ്കര പരിപാടി കേട്ടോ. ഞാൻ പറഞ്ഞ ഇപ്പം ഈ ഇസ്രായേലിലേക്ക് പോകുന്ന മലയാളികൾ മുഴുവൻ കെയർ ഗിവർമാരാണ്. വിദേശത്ത് മൊത്തം അതാണ്. UK ഇതല്ലേ കൂടുതലും. UK മാത്രമല്ല, കേരളത്തിലെ സ്ഥിതി അറിയാമോ? നമ്മുടെ വീടുകളിൽ ഇന്നൊരാളെ നോക്കാനായിട്ട് ഒരാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നേഴ്സിംഗ് ഏജൻസിയെ വിളിക്കും. ഹോം നേഴ്സിംഗിന് 40,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒരു മാസം. അവർക്ക് എത്ര കിട്ടും ആലോചിച്ച് നോക്കി. അവർക്ക് ഇതിന്റെ പകുതി എങ്ങാണ്ടേ കിട്ടും. അത്രയ്ക്ക് ഡിമാൻഡാണ്. അപ്പോൾ ഈ കെയർ ഗിവിങ് എന്ന് പറയുന്ന ഒരു തൊഴിലുണ്ടാക്കി സാധാരണ മനുഷ്യർക്ക് പ്രത്യേകിച്ച് പരിശീലനം കൊടുത്ത്, സ്ത്രീകൾക്കൊക്കെ പരിശീലനം കൊടുത്താൽ അതാത് ഇടങ്ങളിൽ തന്നെ, അതാത് പഞ്ചായത്തിൽ തന്നെ ഈ പരിശീലനം, ഇപ്പം ഞാൻ പറഞ്ഞ ആശാ വർക്കർമാർ സർക്കാർ ഉണ്ടാക്കുന്നു. 10,000-12,000 രൂപ ഇപ്പോഴാക്കി കൊടുത്തേ. അപ്പോൾ ഈ കെയർ ഗിവർ പദ്ധതി വളരെ വ്യാപിപ്പിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിലുണ്ടാവും, രണ്ട് വിദേശത്ത് പോലുള്ള സാധ്യത ഉണ്ടാവും. ഞാൻ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ ഇതൊന്നും ആർക്കും ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ് നടത്തിയിരിക്കുന്നത്. അടുത്തത് ഭൂനിയമങ്ങളുടെ പരിഷ്കാരം. അതായത് ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഒരു തറവിലൊക്കെ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ അവർ മാർക്കറ്റ് വാല്യൂ അല്ല, ഇതിനായിട്ടൊരു എന്താ പറയുന്നത്, ഫെയർ വാല്യൂ. ഈ ഫെയർ വാല്യൂ പലപ്പോഴും റീസണബിൾ അല്ല, ചിലയിടത്ത് ഒറിജിനൽ വിലയല്ല, ചിലയിടത്ത് ഭയങ്കര കൂടുതലാണ്. അതെ. അപ്പം ഈ മാർക്കറ്റിലെ വാല്യൂവും ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ഭൂനികുതി കുറയ്ക്കണം. ഇത് രജിസ്ട്രേഷൻ്റെ ഭൂമി നമ്മൾ വാങ്ങുമ്പോൾ 12% വരും, ഇതൊരു 5% കുറയ്ക്കണം. 5% കുറഞ്ഞാൽ മനുഷ്യരെന്തെയും ഒറിജിനൽ പണം രേഖപ്പെടുത്തുകയും
ഈ ഒറിജിനൽ ചെലവാക്കുന്ന അവസ്ഥ ഇത്തരത്തിൽ മാറ്റം വരുത്തിയാൽ ഇപ്പൊ എല്ലാവരും ഫെയർ വാല്യൂ വെച്ചാൽ എഴുതുന്നത്. ഇപ്പൊ 70,000 രൂപ സെന്റിന് ഫെയർ വാല്യൂ വെച്ചേക്കുന്നിടത്ത് യഥാർത്ഥ വില 5 ലക്ഷം ആയിരിക്കും. അതെ, അവിടെയാണ് ഈ തട്ടിപ്പ് പറ്റാൻ പോകുന്നത്. അത് ഒറിജിനൽ വിലയാക്കണമെങ്കിൽ ഇത് കുറയ്ക്കണം. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ, അത് എനിക്ക് തോന്നുന്നു മറ്റേ സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതൊക്കെ എല്ലായിടത്തും അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് അത് നേരത്തെ പോലുള്ള സംവിധാനമാണ്. മലബാർ ഫുട്ബോൾ സ്റ്റേഡിയം ബ്രാൻഡ്, അത് മലബാർ ഫുട്ബോൾ സ്റ്റേഡിയം നല്ല ആശയം. കാരണം ഈ മലബാറാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫുട്ബോളിന് ആവേശമുള്ള ഒരു ജനത, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഫുട്ബോൾ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൽ എപ്പോഴും നിറച്ച ആള് കാണും. വിദേശത്ത് വരെ പോകുന്നു. ഇപ്പൊ വേൾഡ് കപ്പ് കാണാൻ പോയിട്ടുള്ള എത്ര പേര് കാണും. അപ്പോൾ ഈ മലബാറിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അന്താരാഷ്ട്ര ഉണ്ടാക്കുകയും അന്താരാഷ്ട്ര ടീമുകളോട് കൊണ്ടുവരികയും ചെയ്താലുണ്ടല്ലോ, ഇത് വെറും സൗഹൃദ മത്സരം നടത്തിയാൽ മതിയെന്നേ. അതായത് മെസ്സിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ഖത്തറും സൗദി അറേബ്യയും ഇറാനും എല്ലാം കൂടെ ഏഷ്യൻ ടീമുകളെ വിളിച്ചാൽ മതി. ഏഷ്യൻ ടീമും കുഴപ്പമില്ല. ഏഷ്യൻ ടീമുകൾ ഇപ്പൊ കൊറിയയും ജപ്പാനും ഖത്തറും ഇറാനും എല്ലാം കളിക്കുന്നില്ല. ഒരു മത്സരം തന്നെ കേരളം നടത്തണം. ഒരു ഏഷ്യ കപ്പ് പോലെ ഒരു സാധനം നടത്തിയുണ്ടല്ലോ, ഇവിടെ ഭയങ്കരമായിട്ട് ആളെ കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവും. ബ്രാൻഡ് കേരളം, അത് കേരളത്തിൽ ബ്രാൻഡ് ചെയ്യാൻ എല്ലാം കൂടെ ഒന്നിച്ച് ബ്രാൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ഫിഷറി സബ് പ്ലാൻ, കേരള അർബൻ ഗ്രോത്ത് മിഷൻ, JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി, അതാണ് മോഹൻലാൽ അടക്കം സകലരും അതിനകത്ത് പറയുന്നത്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരമായ വേദി സൃഷ്ടിക്കൽ, ആന്റി പൈറസി രൂപീകരിക്കൽ, ദേശീയ എന്നിവ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. എവിടെയാന്ന് പറയുന്നില്ല. അതാ 100 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റി പോലെ ഉണ്ടാക്കിയിട്ട്, നമ്മുടെ രാമോജി റാവു ഫിലിം സിറ്റി പോലെ ചിത്രനഗരി ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കൂടെ അതിനകത്ത് കൊണ്ടുവരിക. അപ്പൊ ഈ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ വരുന്നവരെ താമസം അടക്കം ഇതിനകത്തായിരിക്കും വരിക. അങ്ങനെ വാസവന്നാർ കൾച്ചറൽ പാർക്ക്, അത് കോഴിക്കോടാണ് തോന്നുന്നല്ലേ. ജോൺസൺ മ്യൂസിക് അക്കാദമി, മ്യൂസിക്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, പാചകകല ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പറഞ്ഞ അത് നല്ലതാണ്. അതായത് ഈ പാചകകല, ഞാൻ പറഞ്ഞ ഷെഫ് പിള്ളേപ്പോൾ ഒരുപാട് വിദഗ്ധന്മാരോടുണ്ട്. അതുണ്ട്. അവരെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുന്ന തരത്തിൽ കുറെ പാചകകല ആളുകൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. കേരള ഡിസാസ്റ്റർ റെസിലിയൻസ് പ്രോഗ്രാം, അത് ദുരന്തത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല. ഇല്ല, അത് അറിയത്തില്ല. അതിനൊരു പരിഹാരം ഒന്നല്ലേ അത് കൊണ്ടുവരാൻ പറ്റും. കേരള സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ, അത് ഗംഭീര ഐഡിയ ആണ്. അത് നമ്മുടെ ഈ ആർക്കിടെക്റ്റിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡിസൈനും ആർക്കിടെക്റ്റിനും അതിനുവേണ്ടി ഒരു സ്കൂൾ തുടങ്ങിയാൽ നല്ലതാണ്. പ്രവാസി പങ്കാളിത്തം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് പ്രവാസികൾക്ക് പണം നിക്ഷേപിക്കാൻ തയ്യാറാണ്, പക്ഷെ ആത്മവിശ്വാസമില്ല അവർക്ക് ആത്മവിശ്വാസം ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പൊ പ്രവാസി ചിട്ടി പോലെ KSF അത് തട്ടിപ്പാണ്. അതിനെക്കുറിച്ച് ഭയങ്കര പരാതി ഉയർന്നു. അപ്പൊ പ്രവാസികളോട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സംവിധാനം ഗ്ലോബൽ ഫർണിച്ചർ ഹബ്, എനിക്കൊന്ന് പെരുമ്പാവൂർ ഭാഗത്താന്ന് തോന്നുന്നു, പ്ലൈവുഡ് ഫാക്ടറി വെച്ചിട്ട് അവിടെ ഒരു ഹബ് ഉണ്ടാക്കുക. പ്രൈവറ്റ് മാത്രമല്ല, അവിടെ അല്ല, അവിടെ ഈ മറ്റേ കോതമംഗലം അടുത്തൊരു സ്ഥലത്തുണ്ടല്ലോ, വളരെ വില കുറഞ്ഞ് ഫർണിച്ചർ വിൽക്കുന്ന ഒരു കടയുണ്ട്. സ്ഥലത്തിന്റെ പേര് കടയല്ല, അവിടെ മുഴുവൻ ഫർണിച്ചർ കട. അല്ലല്ല, കോതമംഗലത്തിന് ഇപ്പുറത്തെ പെരുമാറുക്കൊന്ന് വഴിക്കാണ്. അവിടെ നിറയെ ഫർണിച്ചർ കടകളാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊടുവള്ളി സ്വർണ്ണക്കടകളെന്ന് പറഞ്ഞ പോലാണ്, ഫർണിച്ചർ കട മാത്രമേ ഉള്ളൂ. ശരി, ഭയങ്കര വിലക്കുറവാണ്. അപ്പോൾ ഇത്തരം അതിൻ്റെ ഒരു സ്കോപ്പ് അവിടെ ഉപയോഗിക്കുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് ഭയങ്കര സാധ്യതയാണ് ഗോൾഡ് ഹബ്ബിന്. അതായത് സ്വർണം എന്ന് പറയുന്നതിന്റെ ഒരു കേന്ദ്രമാണ് കേരളം. അതെ, അത് തൃശ്ശൂർ, കൊച്ചി അങ്ങനെയാണെന്ന് തോന്നുന്നു. തൃശ്ശൂർ, കൊച്ചിയാണ് അവരുടെ ഒരു ഇടനാഴി. അതുപോലെ തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റും അതൊക്കെ സാധാരണ പ്രഖ്യാപനം നടന്നാൽ മതി. ജെൻസി ആൻഡ് ന്യൂജൻ ടെക്നോളജി, എന്നാലും അവരുടെ ഈ ഗെയിം ഒക്കെ ഉണ്ടല്ലോ, ഈ ഗെയിം സോണൊന്നും നമ്മളാരും ഗവനിക്കുന്നില്ല. ഈ ഗെയിമൊക്കെ ഭയങ്കര സാധ്യതയുള്ള സാധനങ്ങളാണ്. ഈ ഗെയിമും ഈ ജെൻസിയുടെ ഇൻട്രസ്റ്റുകളുണ്ടോ, നമുക്ക് അവരുടെ ഭാഷ പോലും പിടികിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മറിമായത്തിന്റെ അകത്ത് കണ്ടില്ലായിരുന്നു, നമുക്കൊന്നും പിടികിട്ടത്തില്ല ഭാഷ. അത് പോലീസുകാർ വന്നിട്ട് എഴുതിയെടുക്കുന്ന. അപ്പൊ ഈ ജെൻസിക്ക് വേണ്ടി ഒരു പ്രത്യേക സംഭവം നല്ലതായിരിക്കും. ഇന്ദിരാ ഗ്യാരണ്ടി 600 കോടി രൂപ KSRTCക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാ ഗ്യാരണ്ടിക്ക്. പിന്നെ ഇതെല്ലാം മറ്റു പദ്ധതികളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ വിലയിരുത്തൽ എനിക്ക് രണ്ടാം ഭാഗം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DAയും അതെല്ലാം അതാത് മാസം തന്നെ കൊടുക്കും എന്നൊരു. ഇവർക്കെല്ലാം ഒരുപാട് DA കുടിശ്ശികയുണ്ട്. എനിക്കത് കുടിശ്ശിക ചിലപ്പോൾ ലയിപ്പിച്ചുകൊണ്ട് ഇത് കൊടുക്കുകയായിരിക്കും. മാത്രമല്ല ഇവരുടെ ശമ്പള വർധനവ് സർക്കാർ ഇറങ്ങാൻ നേരത്തെ പ്രഖ്യാപനം നടത്തുക, അത് കൊടുപ്പം നടക്കും തോന്നുന്നില്ല. ശമ്പള വർധനവ് നടക്കാൻ സാധ്യതയില്ലേ? ഈ DA കുടിശ്ശിക ലയിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ശമ്പളം വർദ്ധിക്കത്തില്ലേ? എന്തായാലും ഒരു കാര്യം തീർത്ത് പറയാൻ പറ്റും, ഈ ബജറ്റ് നമ്മൾ തീർന്നില്ല, പകുതി മുഴുവൻ പ്രഖ്യാപനങ്ങളാണ്. ആ പ്രഖ്യാപനങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പൊ തീരദേശത്ത് ഉള്ള ആളുകൾക്ക് മുഴുവൻ പട്ടയം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. വനം മനുഷ്യ സംഘർഷം, ഇലക്ട്രിക് കാറിന്റെ വില കുറഞ്ഞു, ഒരുപാട് പദ്ധതികൾ. പക്ഷേ വളരെ വിഷനുള്ള, അതായത് കേവലം ഈ ഒരു സമയത്ത് കിട്ടുക എന്നതിനപ്പുറത്തേക്ക് 5 വർഷം കൊണ്ട് കേരളത്തെ വേറൊരു ലെവലിലെത്തിക്കുക. പിണറായി പറഞ്ഞ കേട്ടില്ലേ, ഇത് ഞങ്ങൾ പറഞ്ഞ ശരിയായിരുന്നു. അതായത്
ഖജനാവി കാശുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ എത്ര ബജറ്റ്. കാലമായിട്ട് അത് പറഞ്ഞു. ഇത് എനിക്കത് ഒന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതായത് ബജറ്റിൽ നികുതി നിർദ്ദേശങ്ങൾ വെച്ചിട്ടാണ് അതിന് ചേരുന്ന ബജറ്റ് നിർദ്ദേശങ്ങൾ. അല്ലെന്നേ, ഖജനാവിൽ കാശില്ലാത്ത എന്ന് പറഞ്ഞ ഇവർ ഇങ്ങനെ ഖജനാവിൽ കാശിന്റെ കുടിശ്ശിക എങ്ങനെ വന്നത്? ഇത്രയും കുടിശ്ശിക ഇത്രയും അത് ഈ പിന്നെ ദളിത് വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റ് പോലും കൈയിട്ട് വാരി. വി.ഡി. സതീശന്റെ ഏറ്റവും വലിയ ഭാഗ്യം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കും എന്നുള്ളതാണ്. അതെ, കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വിമർശിക്കാൻ പോലും ഇവർക്കില്ല. ഒരു ബജറ്റ് വന്ന സാധാരണ പൊളിച്ചെടുക്കാറുണ്ട്. അവര് പറയും നവകേരള സൃഷ്ടിക്കുള്ള യാതൊന്നും ഒന്നും പറയാനില്ല. നവകേരള സൃഷ്ടിക്കുള്ളതേ ഉള്ളു ഇതിനകത്ത്. അതായത് ഇതിന്റെ പ്രത്യേകത പടിപടിയായി 5 കൊല്ലം കൊണ്ട് കേരളത്തെ അടുത്ത ലെവലിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ്. ഇതൊക്കെ നടന്നാൽ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കിഫ്ബിയെ എടുത്ത് തോട്ടിക്കളയാനുള്ള ഒരു നീക്കമുണ്ട്. കിഫ്ബിക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. കിഫ്ബി കാരണമാണ് ഇത്രയും കുഴപ്പമായെന്ന് ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ വലിയൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷ നമുക്ക് നൽകുകയാണ് ഈ ബജറ്റ്. അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിയട്ടെ, ആ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വരട്ടെ. ഇപ്പോൾ തന്നെ ആദ്യത്തെ 2 മാസം കൊണ്ട് തന്നെ വരുമാനം ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ഒരു ഗുരു മരിച്ചുപോയി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്താണ് NRS ബാബു. അദ്ദേഹം മലയാളത്തിലെ തൊട്ടടുത്ത പട്ടത്താണ് ഒന്ന് പോയി. അദ്ദേഹം കുറച്ചു കാലമേ അൾഷൈമേഴ്സ് ബാധിതനായി സംസാരിക്കുന്നു. 83 വയസ്സ്. അദ്ദേഹം എൻ്റെയൊക്കെ ഗുരുവായി. ഞാൻ ജേർണലിസം പഠിച്ചത് പ്രസ് ക്ലബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നു. അദ്ദേഹമാണ് എന്നെ ശരിക്കും പറഞ്ഞ ഒരു ജേർണലിസ്റ്റാക്കി മാറ്റിയത്. അദ്ദേഹം മരിച്ചുപോയി. ഒരു മഹാനായ മനുഷ്യനായിരുന്നു, അറിവിൻ്റെ നിറകുടമായിരുന്നു. പക്ഷേ അൾഷൈമേഴ്സ് ആയിട്ട് പിന്നെ മകൾ നേരത്തെ മരിച്ചുപോയി. കുടുംബത്തിൽ ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം മരിക്കുമ്പോൾ ഒരു കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ആരുമില്ല. എപ്പോഴാണ് ഇദ്ദേഹം അൾഷൈമേഴ്സ് ആയിട്ട് വല്ലാതെ ദുഃഖിതനായി കഴിയായിരുന്നു. മഹാനായ ഒരു ജേർണലിസ്റ്റായിരുന്നു. ഒരു കാലത്ത് ഇന്നത്തെ കാലത്ത് ഒരുപാട് കേരളമുദിലായിരുന്നു. ഒരു കാലത്ത് ഈ കേരളമുദിലയും ഈ ജയചന്ദ്രൻ നായരും ഇദ്ദേഹവും കേരളമുദിലുണ്ടായിരുന്ന കാലമുണ്ട്. ഈ കാലത്ത് കേരളത്തെ കിടുക്കിയിരുന്നവരായിരുന്നു. സർക്കാരുകളൊക്കെ ഇവരുടെ മുമ്പിൽ വിറയ്ക്കുമായിരുന്നു. അതായത് അത്ര പവർഫുൾ ആയിരുന്നു. പിന്നീട് അദ്ദേഹം കലാകൗമുദിയുടെ എഡിറ്ററായി. ജയചന്ദ്രൻ നായർ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കലാകൗമുദിയുടെ എഡിറ്ററായി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറി. അദ്ദേഹം ഒരു വലിയ ജേർണലിസ്റ്റ് ആയിരുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജേർണലിസ്റ്റ് ആയിരുന്നു. മഹാനായ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മഹാനായ NRS ബാബു സാർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ദീർഘകാലം നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.